ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ക്രാഫ്റ്റർ ബോയ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇന്നോവയുടെ വർക്കൊക്കെ കാണിച്ചു തരാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തുവാ നമ്മുടെ ഇന്നോവ നമ്മൾ പണി ചെയ്ത സമയത്ത് അത് സ്റ്റോക്കായിരുന്നു. പിന്നെ അത് നമ്മളൊരു മോഡിഫൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ടയർ ഒടിഞ്ഞു പോയപ്പം പിന്നെ ടയർ ഒടിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നോവയുടെ ടയർ എവിടെയാണെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. സ്റ്റോക്ക് ടയർ അതേ ഗൈസ്, ഇന്നാ പിടിച്ചോ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ടയറുണ്ടല്ലോ, ഇതിനകത്തൊരു ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ചുറ്റിനും ഞാൻ ഫോം ഷീറ്റ് 3mm അല്ലേ ബെൻഡാക്കി ഒട്ടിച്ചിരിക്കുകയാണ് 2 ലെയർ. അതിനകത്തിരിക്കുന്നതാണ് നമ്മുടെ ഇന്നോവയുടെ ഒറിജിനൽ ടയർ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇതാണ് ഇന്നോവയുടെ ഒറിജിനൽ ടയർ, ഈ 4 അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്നോവയ്ക്കകത്ത് പുതിയ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. ഇന്നോവ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മളൊരു പേരിട്ടു ഗൈസ്, ഇന്നോവ എന്നല്ല, ഗാലക്സി എന്നാണ് ഈ വണ്ടിക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ താറിനൊരു പേര് ഇടണം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗാലക്സി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ ഈ വണ്ടിയുടെ സൈഡൊക്കെ ഒരു ഗാലക്സിയുടെ പോലത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ കളറും അതിനകത്തുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഈ വണ്ടി ട്യൂൺ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ താർ കൊണ്ടുവന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ താറിൻ്റെ ഡിക്കിയിൽ ഒരു സസ്പെൻസ് സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ അതെന്തുവാന്ന് കാണണ്ടേ? അപ്പോൾ അത് കാണുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 5 സെക്കൻഡ് തരാം. 1 2 ആ ബെല്ലൈക്കണം, അത് അമർത്താൻ മറക്കല്ലേ. 1 2 3 4 5. അപ്പോൾ ഗൈസ്, നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. ഞാൻ നേരത്തെ താറ് കാണിച്ചപ്പോൾ അതിനകത്ത് നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ ഈ സൈഡ് വിൻഡോയിൽ കൂടെ നിങ്ങൾ കണ്ടു കാണും. യെസ്, വേറെ ഒന്നുമല്ല, NOS സിലിണ്ടർ. ഈ സിലിണ്ടറിന് നമ്മളൊരു കാര്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ നൈട്രസ് ഓക്സൈഡ് സിലിണ്ടറിൽ മീൻസ് NOS കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ 90 ഡിഗ്രിയിലോട്ട് കറക്കി വെച്ചിരിക്കുകയാണ്. ഉണ്ടല്ലേ NOS. അപ്പോൾ ഗൈസ്, ഇനി ഈ സംഭവത്തിൽ നമ്മളൊരു കാര്യം ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ ഇന്നോവയുടെ ഇവിടെ 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഹോളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിലിണ്ടർ, നൈട്രസ് ഓക്സൈഡ് സിലിണ്ടർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ത്രൂ ആയിട്ട് സൈലൻസറിലോട്ട് അങ്ങനെ ഒരു വയർ ഇങ്ങനെ കൊടുത്ത് 2 എക്സോസ്റ്റിലോട്ട് കൊടുക്കുകയാണ് ത്രൂ ആയിട്ട്. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു വയർ സൈഡിൽ കൂടെ ചിലപ്പം ഇത് ഇപ്പം പറയുന്നത് മാത്രമേ ചിലപ്പം സൈഡിൽ നിന്ന് നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൽ ഒരു ബട്ടനും കൊടുക്കും. അറിയാലോ, നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. പോൾ വാക്കർ ലാൻസറിനകത്തും പിന്നെ സ്കൈലൈനിലൊക്കെ റെഡ് ബട്ടൺ ഇങ്ങനെ സ്റ്റിയറിങ് പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബ്ലറായിട്ട് വണ്ടി പറന്നൊന്നും പോകത്തില്ല. പെട്ടെന്ന് അങ്ങ് സ്പീഡോമീറ്ററിൽ നിന്ന് പെട്ടെന്ന് സ്പീഡ് കയറും. അപ്പോൾ ഗൈസ്, അതാണ് ഈ നൈട്രസ് ഓക്സൈഡ് സിലിണ്ടറിൻ്റെ മീൻസ് NOS സിലിണ്ടറിൻ്റെ ഉപയോഗം. ഇനി ഗൈസ്, നമ്മൾ ഈ ഇന്നോവയിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ച് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഗൈസ്, ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലുള്ള 2 ഫോം ഷീറ്റിൻ്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് 2 കേട്ടോ. കുറച്ച് നേരം വൈറ്റ് സ്ക്രീൻ കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വൈറ്റ് സ്ക്രീൻ വേണ്ട. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ എൻ്റെ ഫുൾ ഫോം ഷീറ്റ് വണ്ടി എന്ന് പറയുമ്പോൾ ഇന്നോവയാണ്. ഇപ്പം നമ്മൾ അതിനൊരു പേരിട്ട് ഗാലക്സി എന്നാണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് വണ്ടി താറാണ്. അപ്പോൾ ഗൈസ്, ഞാൻ താറിന് 2 പേര് സജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കിഡിന്നും രണ്ടാമത്തത് തണ്ടർ. ഇതിലേത് വേണം എന്നാണ് ഗൈസ് എൻ്റെ ആലോചന. എന്തായാലും ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു, ചിലവരുടെ അടുത്തൊക്കെ ചേട്ടൻ്റെ അടുത്തും എല്ലാം ചോദിച്ചപ്പോൾ പറയുക ഇത്രയെങ്കിലും കൊള്ളാമെന്ന് വരും, ബ്ലാക്ക് തണ്ടറാണ്.
ഒത്തിരി ചെറിയൊരു മാഫിയ ഇതുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എക്സാക്ട് രണ്ട് വണ്ടിയും സെയിം ആയിരുന്നു പണി ചെയ്ത സമയത്ത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് മൊത്തം ബ്ലാക്കും ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഫുള്ള് ബ്ലാക്ക്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് വൈറ്റും ഇതിൻ്റെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫുള്ളും വൈറ്റും. അങ്ങനെയാണ് എൻ്റെ പണി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റിക്കർ വർക്കും ചെയ്തു രണ്ട് സീനാക്കി. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് വണ്ടിയുടെ ഒരു എഡിറ്റിംഗ് വീഡിയോസ് ആയിരിക്കും. കാര്യം ഈ ഫോണിൽ അത്ര എഡിറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. എൻ്റെ വേറൊരു ഫോണുണ്ട് കേട്ടോ, എൻ്റെ എല്ലാ അമ്മയുടെയാണ്, ഇത് പപ്പയുടെയും. കണ്ടില്ലേ, എഡിറ്റിംഗ് വീഡിയോ ആയിരിക്കും എന്തായാലും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 100 സബ് അടിക്കാനാണ് നോക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ട് വണ്ടി. പിന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ വയറും കൂടെ കൊടുക്കണമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.